ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറിനും അവകാശപ്പെടാനാവാത്ത തരം വ്യത്യസ്തതയാണ് തന്റെ സിനിമാ കരിയറിൽ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ നിരയിലെ ഏറ്റവും പുതുതായി ഇടം പിടിച്ചിരിക്കുന്ന കഥാപാത്രമാണ് കാതൽ ദി കോറിലെ മാത്യു ദേവസി. കഥാപാത്ര നിർമ്മിതിയിലും കണ്ടന്റിലും വ്യത്യസ്തതയും കൊണ്ട് പ്രേക്ഷക ഹൃദയത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് മാത്യു ദേവസി. കഴിഞ്ഞ 10 വർഷത്തെ മമ്മൂട്ടി കഥാപാത്രങ്ങൾ മാത്രമെടുത്താൽ വലിയൊരു വൈവിധ്യം അതിൽ കാണാനാവും. പുതിയ കാലം ആവശ്യപ്പെടുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് ഈ കൂട്ടത്തിലെ കഥാപാത്രങ്ങളും ചിത്രങ്ങളും പറയുന്നത്. 90കളിലും 2000കളിലും തന്റെ ചിത്രങ്ങൾ തന്നെ നിർമ്മിച്ച സവർണ ജാതീയ ആൺനിർമ്മിതികളെ തന്റെ പുതിയ ചിത്രങ്ങളിലൂടെ പൊളിച്ചെഴുതുകയാണ് മമ്മൂട്ടി. കഴിഞ്ഞ 10 വർഷം ഇറങ്ങിയതിൽ അങ്ങനെ വ്യത്യസ്തവും മികച്ചതുമായ 10 മമ്മൂട്ടി കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. ജെയിംസിൽ നിന്നും സുന്ദരത്തിലേക്ക് മമ്മൂട്ടി പരകായ പ്രവേശം നടത്തിയ നൻപകൽ നേരത്ത് മയക്കമാണ് ഒന്നാമത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ചെയ്തത് 2022-ലാണ്. ഭാഷയിലും വേഷത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമെല്ലാം വ്യത്യസ്തരായ ജെയിംസും സുന്ദരവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മമ്മൂട്ടി അവതരിപ്പിച്ചു. പാട്ടും മേളവും ശല്യമാണെന്ന് പറയുന്ന തമിഴ് ഭക്ഷണങ്ങളോ സംസ്കാരമോ ഇഷ്ടപ്പെടാത്ത ജെയിംസിനെയും നാട്ടുകാരോടും വീട്ടുകാരോടും ഉള്ളു തുറന്ന് സംസാരിക്കുന്ന, പാട്ടുപാടി ഡാൻസ് കളിക്കുന്ന സുന്ദരത്തെയും ഒരേ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചു. ഇരുവർക്കുമിടയിലെ സ്വത്വ പ്രതിസന്ധി പ്രേക്ഷകരുടേതാക്കി മാറ്റാൻ മമ്മൂട്ടിക്കായി. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതികാരം ചെയ്ത റോഷാക്കിലെ ലൂക്ക് ആന്റണിയാണ് രണ്ടാമത്തേത്. പ്രതിയോഗി മരിച്ചിട്ടും തീരാത്ത പ്രതികാരം അയാളുടെ കുടുംബത്തിന്റെ മുച്ചൂടും അവസാനിപ്പിക്കുന്നതിലേക്കാണ് ലൂക്ക് ആന്റണിയെ നയിച്ചത്. കൊല്ലുന്നതൊക്കെ പഴയ ഫാഷനാണ്, ആ ത്രില്ല് അപ്പോൾ തന്നെ തീരും. പ്രതിയോഗിയുടെ അവസാന ഓർമ്മയും തുടച്ചു നീക്കുന്നതാണ് ലൂക്ക് ആന്റണിയുടെ ലക്ഷ്യം. പ്രകടനത്തിലും കണ്ടന്റിലും മേക്കിംഗ് ക്വാളിറ്റിയിലും മലയാളത്തിനെ ലോകത്തിന് മുന്നിലേക്ക് വെക്കാവുന്ന സിനിമയാണ് നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്ക്. പുഴുവിലെ കുട്ടനാണ് മൂന്നാമത്. താൻ തന്നെ കെട്ടിയാടിയ സവർണ ജാതീയ നായകന്മാർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു പുഴുവിലെ കുട്ടനിലൂടെ മമ്മൂട്ടി നൽകിയത്. മന്നാടിയാർ ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ എന്ന് പറഞ്ഞ മന്നാടിയാരുൾപ്പെടെയുള്ള നായകന്മാരുടെ ഉള്ളിലെ പുഴുക്കുത്തുകളെ കുട്ടനിലൂടെ മമ്മൂട്ടി അവതരിപ്പിച്ചു. റെത്തീന സംവിധാനം ചെയ്ത ചിത്രം 2022-ലാണ് പുറത്തു വന്നത്. മമ്മൂട്ടി ആരാധകർക്ക് നീണ്ട നാളുകൾക്ക് ശേഷം ലഭിച്ച മികച്ചൊരു മാസ് കഥാപാത്രമായ ഭീഷ്മപർവത്തിലെ മൈക്കിളപ്പയാണ് നാലാമത്. മഹാഭാരതത്തിലെ ഭീഷ്മരെ അഞ്ഞൂറ്റി കുടുംബത്തിലെ മൈക്കിളിലേക്ക് സന്നിവേശിപ്പിച്ച അമൽ നീരതൊരുക്കിയ മാസ് വിരുന്നായിരുന്നു ഭീഷ്മപർവം. മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ സാധ്യതയുള്ള ഉണ്ടയിലെ മണികണ്ഠനാണ് അഞ്ചാമത്. മമ്മൂട്ടി മുമ്പ് ചെയ്തിട്ടുള്ള ആണത്തത്തിന്റെ മൂർത്തിഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന പച്ചയായ സാധാരണക്കാരനായിരുന്നു SI മണികണ്ഠൻ. 2019 പുറത്തു വന്ന ഉണ്ട ഖാലിദ് റഹ്മാനാണ് സംവിധാനം ചെയ്തത്. ജീവനോടെ തിരിച്ചു പോകുമോ എന്ന ആശങ്കക്കിടയിലും ജാതീയതയും വംശീയതയും അധികാര ശ്രേണിയും പ്രവർത്തിക്കുന്ന പോലീസ് സംഘത്തിൽ മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ് SI മണികണ്ഠൻ നൽകിയത്. ഇത് നിന്റെ മണ്ണാണ്, ഇവിടെ വിട്ട് പോകരുത് എന്ന് ആദിവാസി ബാലനോട് മമ്മൂട്ടി പറയുന്ന ഡയലോഗുകൾ പൗരത്വ പ്രക്ഷോഭകാലത്ത് പ്രചരിച്ചതും നാം കണ്ടു. സ്വഭാവ സവിശേഷതയിലും കഥാപാത്രത്തിലും മലയാള സിനിമയിൽ തന്നെ ഒരുപക്ഷെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കഥാപാത്രമായ മുന്നറിയിപ്പിലെ CK രാഘവനാണ് ആറാമത്. ശാന്തനായ, എല്ലാ വിഷയങ്ങളിലും സ്വന്തമായ കാഴ്ചപ്പാടുകളുള്ള, തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന വ്യക്തിയാണ് CK രാഘവൻ. വിശ്വസനീയമാക്കാൻ ഏറെ ആയാസകരമായ രാഘവനെ വളരെ സേർട്ടിലായി മമ്മൂട്ടി അവതരിപ്പിച്ചു. വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് 2014-ലാണ് റിലീസ് ചെയ്തത്. ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി സംസാരിച്ച വർഷത്തിലെ പിതാവായ വേണുവാണ് ഏഴാമത്. മമ്മൂട്ടിയുടെ മറ്റൊരു മികച്ച സെലക്ഷനാണ് വേണു. ടോക്സിക് പാരന്റിങ്ങിന് ഒരു കുട്ടിയുടെ ജീവൻ എടുക്കാനും മാത്രം ശേഷിയുണ്ടെന്ന് വർഷം പറഞ്ഞു തന്നു. രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ 2014-ലാണ് വർഷം പുറത്തു വന്നത്. പ്രവാസികളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നേരിടുന്ന അവഗണനകളും കാണിച്ച പത്തേമാരിയിലെ പള്ളിക്കൽ നാരായണനാണ് എട്ടാമത്. സലീം അഹമ്മദിന്റെ സംവിധാനത്തിൽ 2015-ലാണ് ചിത്രം ഇറങ്ങുന്നത്. മമ്മൂട്ടിയുടെ അച്ഛൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ച നിരയിലേക്ക് വെക്കാവുന്ന പേരൻപിലെ അമുതവനാണ് ഒമ്പതാമതായി പറയാനുള്ളത്.
പ്രകടനത്തിൽ മമ്മൂട്ടി ഞെട്ടിച്ച മറ്റൊരു കഥാപാത്രമാണ് പേരൻപിലെ അമുതവൻ. റാമിന്റെ സംവിധാനത്തിൽ 2018 പേരൻപ് പുറത്തു വന്നത്. പൊന്തന്മാട, അമരം, തനിയാവർത്തനം തുടങ്ങിയ പഴയ മമ്മൂട്ടി ചിത്രങ്ങളിലെ സാധാരണ എടുക്കുന്ന എഫേർട്ടിനപ്പുറം ഡിക് ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു അമുതവൻ. ശാരീരിക മാനസിക വൈകല്യം ബാധിച്ച പാപ്പയും അവളുടെ അച്ഛനും തമ്മിലുള്ള മാനസികമായ അടുപ്പം അവതരിപ്പിച്ച പേരൻപ് കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച മമ്മൂട്ടി ചിത്രങ്ങളിലൊന്നാണ്. 10ാമതായി പറയാനുള്ളത് കാതൽ ദി കോറിലെ മാത്യു ദേവസിയെയാണ്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാർ കാതൽ ദി കോർ ചെയ്യാൻ തയ്യാറാവുമോ എന്ന് സംശയമാണ്. ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭാസം കൂടി വന്നപ്പോൾ മനോഹരമായ ഒരു ചിത്രമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. മാത്യുവിന്റെ അവസ്ഥ പ്രേക്ഷകന്റെ കണ്ണ് നനയിക്കും. നൻപകലിലെ സുന്ദരമാണെങ്കിലും, കാഴ്ചയിലെ മാധവനാണെങ്കിലും, രാപ്പകലിലെ കൃഷ്ണനാണെങ്കിലും, തനിയാവർത്തനത്തിലെ ബാലന്മാഷാണെങ്കിലും ആ വേദനയും നിസ്സഹായാവസ്ഥയും പ്രതിസന്ധിയും പ്രേക്ഷകരുടേതുകൂടിയാക്കുകയാണ് മമ്മൂട്ടി. തിരശീലയിൽ മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിയെ നാം മറക്കുന്നു. കഥാപാത്രത്തെ കാണുന്നു. അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മളും ചിരിക്കുന്നു. അയാളുടെ സങ്കടങ്ങൾ നമ്മെ കരയിക്കുന്നു. 50 വർഷത്തിലേറെയായി ഒരു നടനെ കണ്ട് നമുക്ക് മടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു കഥാപാത്രത്തിൽ പോലും ആവർത്തന വിരസതയുണ്ടായിട്ടില്ലെങ്കിൽ, അഭിനയത്തിൽ അയാൾ അത്രത്തോളം അഭിനിവേശത്തോടെ ഗവേഷണം നടത്തിയിരിക്കുന്നു. ഇതുവരെ കണ്ടതല്ല, ഇനിയും കാണാൻ ഏറെയുണ്ടെന്ന് വീണ്ടും വീണ്ടും പറയിക്കുകയാണ് മമ്മൂട്ടി കഥാപാത്രങ്ങൾ. കാത്തിരിക്കാം ഇനി ബസൂക്കയിലും ബ്രഹ്മയുഗത്തിലും ടർബോയിലും അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ.